ഓക്കെ, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർ പരിശുദ്ധാത്മാവിനെ അത്ര അധികം നൽകും. പ്രൈസ് ദി ലോർഡ്. ചോദിക്കണം. ഒച്ചത്തിൽ നിലവിളിച്ചപ്പോൾ നേരത്തെ കണ്ടെന്താണ്? ഒച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞ് ലാസറേ പുറത്തു വാ എന്ന് പറഞ്ഞ് യേശു ഒച്ചത്തിൽ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു? ലാസർ പുറത്തു വന്നു. അങ്ങനെയാണെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിനോട് ചോദിക്കുന്നവർക്ക് എത്ര അധികം നന്മ കൊടുക്കും, എത്ര അധികം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 11 പറയുകയാണ്, അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക്, നാം ആരാണ്? ദോഷികളാണ്. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്ര അധികം നന്മ കൊടുക്കുന്ന വർക്കാലം. നന്മയുടെ ഉറവിടമായ ക്രിസ്തു നന്മയാണ്. യേശു എന്ന് പറയുന്നത് നന്മയാണ്. എന്റെ കുഞ്ഞില് നന്മ എടുക്കാൻ വേണ്ടി പോകുന്നെന്നാ പറയുന്നത് അല്ലേ? പള്ളിയിൽ എന്താ പറയുന്നത്? കുർബാന എടുക്കാൻ വേണ്ടി നന്മ, യേശുവിനെ എടുക്കുവാൻ, യേശുവിനെ സ്വീകരിപ്പാൻ, നന്മ എടുക്കാൻ വേണ്ടി പോകുന്നെന്നാ പറയുന്നത്. അപ്പോ എത്ര അധികം നന്മ കൊടുക്കും, എത്ര അധികം നന്മ തരുന്ന ആ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. ആ ദൈവം നിങ്ങൾക്ക് നന്മ തരുവാൻ എന്റെ ദൈവം ശക്തനാണ്. 128-ാം സങ്കീർത്തനത്തിന്റെ 5ഉം 6ഉം വാക്യങ്ങൾ. 2 വാക്യം വായിച്ചിട്ട് നിർത്താം. 128-ന്റെ 5ഉം 6ഉം. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. യഹോവ സിയോനിൽ നിന്നും യഹോവ സിയോനിൽ നിന്നും നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെ യെരൂശലേമിന്റെ നന്മയെ കാണും. നമുക്ക് യെരൂശലേമിന്റെ നന്മയെ ദൈവം നമുക്ക് തരും. കാണുക മാത്രമല്ല, തരുന്ന ദൈവമാണ്. നോക്കേണ്ട പറഞ്ഞിരിക്കുന്നത് 5-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, യഹോവ സിയോനിൽ നിന്നും നിന്നെ അനുഗ്രഹിക്കും. സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹിക്കുന്നത് വർക്കാലം ഇതിനകത്ത് കടന്നു വന്ന എല്ലാവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹിക്കാൻ വന്ന യെരൂശലേമിന്റെ നന്മയെ കാണും. വർക്കാലം നാം യെരൂശലേമിന്റെ നന്മ, നന്മ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവ് അല്ലെ ഭൗതികമായിക്കൊണ്ട് ആ നന്മ നമ്മൾ കാണും. 6-ാമത്തെ വാക്യം വായിച്ചേ. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. അതായത് നന്മ ഇവിടെ ഉദ്ദേശിച്ചു നോക്കേ, യെരൂശലേമിന്റെ നന്മ. അതിന്റെ അടുത്തെന്താ പറയുന്നത്? നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. അപ്പൊ നമ്മള് തലമുറ എന്ത് ചെയ്യും? മക്കളെയും കാണും, മക്കളുടെ മക്കളെയും കാണും. അറിഞ്ഞോ? മക്കളെ കാണും, മക്കളുടെ മക്കളെയും കാണും. സിയോനിൽ ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. സമാധാന പ്രഭുവായ ദൈവം, സമാധാനം നൽകുന്ന ദൈവം പറയാണ്, ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. യേശു പറയാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്ന സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കരുത്. ലോകത്തിൽ സമാധാനമില്ല, ഇന്ന് ഇസ്രായേലിൽ സമാധാനമില്ല. ലോകത്തിൽ സമാധാനമില്ലാതിരിക്കുമ്പോൾ യേശു പറയുകയാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക്. ക്രൂശിൽ ചൊരിഞ്ഞ സമാധാനം, ക്രൂശിൽ പ്രാപിച്ച സമാധാനം, യേശുവിന്റെ സമാധാനം തരുന്നതാണ്. നമുക്ക് സമാധാന പ്രഭുവായ ദൈവം വൽക്കാലം നിങ്ങൾക്ക് സമാധാനവും നന്മയും. ദോഷികളായ മക്കൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്ര അധികം നന്മ കൊടുക്കും, എത്ര അധികം നന്മ. ഇന്ന് വൽക്കാലം നന്മയുടെ ഉറവിടമായ ക്രിസ്തു നമ്മെ നന്മയോടെ നിറച്ചു മാറാതെ ഞാനിവിടെ നിർത്തിയാണ്. സ്വർഗീയ പിതാവേ, അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു കർത്താവേ.
ഈ കടന്നു വന്ന എല്ലാവരും അനുഗ്രഹിക്കണമേ. അവരുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളുടെ പേരിൽ പ്രവർത്തിക്കണമേ. അപ്പച്ച ഇന്നിപ്പോ വന്ന് ഷാലറ്റിനെ അനുഗ്രഹിക്കണമേ. മേമശേഷി അനുഗ്രഹിക്കണം. ഇവിടെ ആയിരിക്കുന്ന പത്രോബാസിന്റെ കുടുംബത്തിന് വേണ്ടി സ്തോത്രം. എന്റെ ജോസ് ദേവദാസിന്റെ കുടുംബത്തിന് വേണ്ടി സ്തോത്രം. കുടുംബത്തിന് ദേവദാസൻ കുടുംബത്തിന് വേണ്ടി സ്തോത്രം. ദേവദാനത്തിന് കുടുംബത്തിന് വേണ്ടി സ്തോത്രം. ദേവദാസന്റെ കുടുംബത്തിന് വേണ്ടി സ്തോത്രം. സഹോദരൻ ദേവദാസ് സ്തോത്രം. അറിയുന്ന തലമുറ എല്ലാം അനുഗ്രഹിക്കണമേ. അവരുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളുടെ വേണ്ടി പ്രവർത്തിക്കണേ. മാനവ മഹത്വം യേശു ക്രിസ്തുവിന് ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന യേശു കർത്താവിന്റെ നാമത്തിൽ സ്വർഗീയ പിതാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ ആമേൻ.